പാലക്കാട് സി കൃഷ്ണകുമാർ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ അടുത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എത്ര വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും? 15,000-ൽ കൂടുതൽ വോട്ടിന് കൃഷ്ണകുമാർ ജയിക്കും. ഭയങ്കര വലിയ ഭൂരിപക്ഷമായി പോയോ? കുറയ്ക്കണോ? ഉള്ളത് ഇച്ചിരി കുറഞ്ഞാൽ ഇല്ല, ഞങ്ങൾക്ക് കിട്ടുന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിച്ചാൽ എത്ര വോട്ട് ഉണ്ടാവും? അൺപ്രഡിക്റ്റബിൾ ആണ്. പറയാൻ ജയിക്കും, വിജയം ഉറപ്പ്. ഭൂരിപക്ഷം പ്രവചിക്കാനൊന്നുമില്ല. ഇല്ല, പ്രവചിക്കാനില്ല. കാരണം വളരെ കുറഞ്ഞ മാർജിനിലാണ് ജയിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ മിനിമം മാർജിനിൽ എന്തെങ്കിലും ജയിക്കും. അറൗണ്ട് ഒരു 3,000 ടു ആ റേഞ്ച്, 3,000 ആ ഒരു ഇതിലാണ് മാർജിനിൽ ജയിക്കാനുള്ള ചാൻസസ് ആണ് നമ്മൾ കാണുന്നത്. എത്ര വോട്ട് ഉണ്ടാവും? 6,000 വോട്ടിന് ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 3,000 വോട്ടിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് പോയത്. അത് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ 6,000 വോട്ടിന് നമ്മൾ കൃഷ്ണകുമാർ അത് ജയിക്കുന്നുണ്ട്. ആര് ജയിക്കും? നമ്മൾ കൃഷ്ണകുമാർജി ജയിക്കും. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും? ഞങ്ങൾ ചെറിയൊരു ഭൂരിപക്ഷമാണെങ്കിലും നല്ലൊരു വിജയമായിരിക്കും പാലക്കാട് കാഴ്ചവെക്കുക. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾക്ക് ആവറേജ് മാക്സിമം പോയതിൽ മറ്റേ ഷാപ്പി പറമ്പിൽ പിടിച്ചതിനെ കാട്ടിയും അതിനെക്കാട്ടും മേലെ പിടിച്ച് ഞങ്ങൾ ജയിക്കും. കൃഷ്ണകുമാറിൻ്റെ ഭൂരിപക്ഷത്തിനുണ്ടാവും? എൻ്റെ കണക്കിൽ 2,500 to 3,000 അത്രേ ഉള്ളൂ. അത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ജയിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. എൻ്റെ കണക്കിൽ 5,000-ൻ്റെ ലെസ് ദാൻ 5,000 ആയിരിക്കും ഭൂരിപക്ഷം. പക്ഷെ നമ്മൾ ജയിക്കും. കൃഷ്ണകുമാർ തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ വിജയിക്കും. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും? ഒരു 6,000-ന് മുകളിൽ വോട്ടിൽ വിജയിച്ചിട്ടുണ്ടാവും. എത്ര വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും? എനിക്കറിയില്ല, ഞാൻ എണ്ണാനുള്ള ആളല്ല. ഇതാണ് സംഭവം. 2 പാർട്ടി ഇവിടെ ഭരിച്ചിട്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല. മോദിക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2,500-3,000 വോട്ടിന് മൂപ്പര് ജയിക്കും എന്നാണ് ഒരു പ്രതീക്ഷ. എന്നുവെച്ചാൽ മെട്രോമാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായതും ആ 2,500-3,000 വോട്ടാണ്. ആ വോട്ട് ഭൂരിപക്ഷം കിടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ധാരണ. കൃഷ്ണകുമാറാണ് ജയിക്കാനുള്ള ചാൻസ്. എത്ര വോട്ട് ഭൂരിപക്ഷം? 2,000 to 3,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു 2,500-3,000 വോട്ടിന് എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവും. കൃഷ്ണകുമാർ ജയിക്കും.